ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പം ബ്ലൗസിൻ്റെ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5ാമത്തെ ക്ലാസ് എത്തി. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ഞാൻ മുന്നേയും ബ്ലൗസ് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സും അതും എല്ലാം നോക്കി ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കട്ടിങ് വെച്ചിട്ട് തന്നെയാണ് അവരും ചെയ്ത്. ഞാൻ ചോദിച്ചു ബ്ലൗസ് ശരിയായിട്ടില്ല, ഇടാൻ പറ്റുന്നില്ലേന്ന്. അപ്പോൾ അവരെനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുന്നേ ഇട്ടീന്നില്ലേ അവര് ബ്ലൗസിന് വെച്ചിട്ട് ഒരു ഇത് കിട്ടിയെന്നല്ല, അപ്പം അത് വെച്ച് നോക്കിയാണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഇതിന്റെ മുന്നേ ഞാൻ അടിച്ചിക്കണ, പിന്നെ നമ്മൾ ചെയ്യാതാവുമ്പോ എന്തും കുറച്ചൊന്ന് ബാക്കൊക്കെ നിൽക്കുമല്ലോ. അപ്പൊ ഇപ്പൊ പിന്നെ ഇങ്ങനെ വിട്ടപ്പോൾ അപ്പൊ ഞാനങ്ങനെ അടിച്ചു നോക്കിയതാണ്. കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇട്ട് നോക്കി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഈ ഒരു മെത്തേഡ് തന്നെയാണ് അവർ ട്രൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, അതിൽ ഇടാൻ പറ്റുന്നുണ്ട്, കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂടുതൽ ബെസ്റ്റ് സൈസ് ഉള്ളവർക്കാണ് നമ്മൾ വേറൊരു രീതിയിൽ ഡാർട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് കൂടുതൽ എടുത്തിട്ട് വേണം ഡാർട്ട് ഇട്ട് കൊടുക്കാൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെങ്ങാനും പഠിക്കാം കേട്ടോ. ഇതൊന്ന് കഴിയട്ടെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും വരെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അല്ലേ. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും പിന്നെ ബെൽറ്റിനുള്ള പീസും കട്ട് ചെയ്ത് ഇനി മെയിനായിട്ട് സ്ലീവ് കട്ട് ചെയ്യാനാണ് പോകാൻ പോകുന്നത്. ഞാനിതാ പേപ്പറിൽ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പഠിപ്പിക്കാൻ പോകുന്നു. നിങ്ങളും ഇതുപോലെ ചെയ്ത് തുണീൻ്റെ അകത്ത് വെച്ച് കട്ട് ചെയ്താൽ മതി. തുണി കുറവാണെങ്കിലെല്ലാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഇങ്ങനെ രണ്ടായി നമുക്ക് ഈ ഒരു പേപ്പറിനെ രണ്ടായി മടക്കിയിട്ട് കൊടുക്കണം. ഇനി തുണിയായാലും നിങ്ങൾ രണ്ടായി മടക്കിയിട്ട് കൊടുക്കണം. എന്നിട്ടാകുമ്പോൾ ഞാൻ ഇതിൻ്റെ വീതി നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത്. പലർക്കും ഈ ഒരു മടക്കി ഇടുന്നതിന് വീതി എത്ര എടുക്കണം എന്നായിരിക്കും ഡൗട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ മടക്കി ഇട്ടിട്ടാകുമ്പം നിങ്ങളെ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിങ്ങ് എടുത്തുകൊണ്ട് വരിക. അതിൻ്റെ അകത്ത് നമുക്ക് ആം ഹോൾ അളന്ന് നോക്കിയിട്ട് കൊടുക്കാമല്ലോ. നമുക്കറിയാം അത് എത്രയാണ് ആം ഹോൾ വന്നതിനെന്നല്ല നമുക്കറിയാം അല്ലേ. 8 വന്നത്. എൻ്റെ ഈ ഒരു അളവിന് ആം ഹോൾ അളന്നപ്പോൾ 8 വന്നത്. അതായത് നമ്മൾ ഈ ഒരു ആം ഹോൾ റൗണ്ട് ടോട്ടൽ 16, പക്ഷേ ഈ ഒരു കേവ് 16ൻ്റെ പകുതി 8. അപ്പോൾ തയ്യൽ തുമ്പൊന്നും കൂട്ടാണ്ട് വേണം അളന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 ഞാനിവിടെ വീതിയായിട്ട് കണക്കാക്കേണ്ടത് കേട്ടോ. ഈടുന്ന് ഇങ്ങനെ അളന്ന് ഈടുത്ത വരെ മുകളിൽ ഷോൾഡറിൻ്റെ അടുത്തെ തയ്യൽ തുമ്പ് കൂട്ടണ്ട. അപ്പോൾ 8 നമുക്ക് വീതിയായി എടുക്കാം. ഈ 8ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 8.5 ആക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കേവ് അളന്ന് നോക്കുമ്പോൾ 9 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 9.5 എടുക്കുക. 1/2 ഇഞ്ച് കൂട്ടിയിട്ട് മാത്രം എടുത്താൽ മതി. നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് ആവുമ്പം നമുക്ക് തയ്യൽ തുമ്പിനുള്ളത് അതിൻ്റെ അകത്ത് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിവിടെ 8.5 മാർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതിൻ്റെ പരം 1.5 കൂട്ടാം, മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ. അത് ഞാൻ പറയാം. ഇപ്പം ആദ്യം മടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 8.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളെ വീതി ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ടാകുമ്പോൾ ഈടുന്ന് താഴോട്ടേക്ക് ഒരളവ് മാർക്ക് ചെയ്യണം. ഞാനപ്പോൾ 8.5 മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് നമുക്ക് ചെറിയ ലെങ്ത്തുള്ള സ്ലീവ് ആണെങ്കിൽ 3.5, അല്ലെങ്കിൽ നമുക്കിപ്പോൾ 3.25 മാർക്ക് ചെയ്താൽ കറക്റ്റായി കിട്ടും. സ്ലീവ് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ഞാൻ 4 വരെ മാർക്ക് ചെയ്ത് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു തെറ്റും വരാറില്ല. ഓക്കെ, അതുപോലെ തന്നെ ചില ആൾക്കാർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറമേ ബ്ലൗസിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് പുറമേ കാണുന്ന ഭാഗത്ത് നീളം കുറവും ബ്ലൗസിൻ്റെ ഈ അടിഭാഗത്ത് നീളം കൂടുതലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിഭാഗം നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ നേരെ താഴോട്ട് വരുന്ന ഭാഗം ഇങ്ങനെ താഴെ നിൽക്കുന്ന പോലെയും കണ്ടിട്ടില്ലേ? അപ്പോൾ അവർ 3.25 എടുത്തിട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ശരിയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 3.25 മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിൻ്റിൽ നിന്ന് നമ്മളെ ആ ഒരു മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കടലാസ് മടക്കിയ ആടത്തേക്ക് ഇതുപോലെ ക്രോസ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കൊടുത്ത് ഈ ഒരു ലൈൻ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം തയ്യൽ തുമ്പിനടക്കം ഉള്ളത് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ശരിക്ക് ആം ഹോൾ കേവ് എന്ന് പറയുന്നത് 8. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ജാസ്തി എടുത്തിന്. അതും പിന്നെ അതിൻ്റെ ബാക്കി തയ്യൽ തുമ്പ് നമുക്ക് ഈ ഒരു ക്രോസ് ലൈൻ അളന്നാൽ കിട്ടും. അപ്പോൾ നമുക്കിനി ഒന്ന് അളന്ന് നോക്കിയിട്ട് 8 കറക്റ്റ് മാർക്ക് ചെയ്യണം. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് 8 നമ്മളെ കറക്റ്റായിട്ടുള്ള ആം ഹോൾ റൗണ്ട് അളവ് എന്ന് പറയുന്നത്. ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് അളന്ന് നോക്കിയപ്പം കിട്ടിയത്. അപ്പോൾ ഈ 8 മാർക്ക് ചെയ്ത് ബാക്കി ഇത് നമ്മളെ തയ്യൽ തുമ്പായിട്ട് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് വീതിനെ മാർക്ക് ചെയ്ത് ക്രോസ് ലൈൻ എല്ലാം കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കണം അല്ലേ ഇവിടെ. അപ്പോൾ ഞാനിതാ ഈ ഒരു 8 മാർക്ക് ചെയ്ത് ഇതാണ് നമ്മൾ 8 മാർക്ക് ചെയ്ത് ഇടുന്ന ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക. 8ൻ്റെ മിഡ് പോയിൻ്റ് വരുമ്പോൾ 4 അല്ലേ. 4ൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. നിങ്ങളും ഇതുപോലെ കൊടുക്കുക. കണ്ടല്ലോ, മിഡ് പോയിൻ്റ് കൊടുത്തു.
നമ്മളിതാ ഷേപ്പ് വരക്കാൻ പോവുകയെന്ന് ഇതാ ഈ ഒരു പേപ്പറിനെ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാ ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ നേരെ വന്ന് 3/4 ഇഞ്ചല്ലേ 1 ഇഞ്ച് ഇങ്ങനെ നേരെ വന്നിട്ട് മെല്ലെ വേണം നമ്മൾ ആ ഒരു മിഡ് പോയിന്റിലേക്ക് ഷേപ്പ് കൊടുക്കാൻ. നിങ്ങളിങ്ങനെ കുത്തനെ കൊണ്ടുവരാനൊന്നും പാടില്ല. നമുക്ക് ജോയിൻ ചെയ്യുമ്പം പ്രശ്നം വന്നേക്കാം. ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരണം. സ്റ്റാർട്ടിങ് ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ. ഇനി ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാൻ കൂടുതലും 1/2 ഇഞ്ച് എടുത്താണ് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്ലീവിൽ ചുളിവോ ആം ഹോളിൽ ചുളിവോ ഒന്നും എനിക്ക് വരാറില്ല. നിങ്ങൾ എൻ്റെ ചുരിദാർ ഞാൻ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇട്ടതൊക്കെ കണ്ടല്ലോ. അതിലൊന്നും ഒരു ചുളിവ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ദാ ഇതുപോലെ ഞാൻ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ദാ ഇതേപോലെ 1/2 ഇഞ്ച് കൂടെ ഷേപ്പ് കൊടുത്ത് ഇങ്ങനെ അങ്ങ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ക്രോസ് ലൈൻ ആദ്യം വരച്ച താഴെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. ഇതാ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് അളന്ന് നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു മുകളിലത്തെ ഭാഗം ശ്രദ്ധിക്കണം. ഇതുപോലെ വന്ന് ഇതാ ഇടുന്ന 1/2 ഇഞ്ച് താഴ്ത്തി ഇതാ ഇങ്ങനെ അങ്ങ് തയ്യൽ തുമ്പിൽ എടുക്കുന്ന ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇനി ഈ ഒരു കേവ് അളന്ന് നോക്കിയാൽ കറക്റ്റ് നമുക്ക് ഇട്ട് കിട്ടും. ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇതാ മുകളിൽ വെച്ചു. ഇതാ ശ്രദ്ധിച്ച് ഇങ്ങനെ കൈ വെച്ച് വേണം നമ്മൾ അളന്നെടുക്കാൻ വേണ്ടി. ഇതാ 1/2 ഇഞ്ച് ഞാൻ കൈ വെച്ചിട്ട് അളക്കുന്നുണ്ട്. കറക്റ്റ് കിട്ടണം. കണ്ടോ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. എനിക്ക് 8 കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ചെറുങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ലെങ്ത്ത് നമുക്ക് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേരുന്നത് നോക്കി നിങ്ങൾ എടുത്തോ. ഇപ്പം ഞാൻ എടുക്കുന്നതിൻ്റെ എടുക്കണതില്ല. അത് ഇവിടുന്ന് താഴോട്ടേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ആദ്യമേ പറയേണ്ടതായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കാര്യത്തിൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് താഴെ മടക്കി അടിച്ചു കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് സ്ലീവ് ലെങ്ത്ത് പ്ലസ് 1/2 ഇഞ്ച് വേണം. മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പായിട്ട് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വേണം 1/2 ഇഞ്ച്. താഴെ മടക്കിയെടുക്കാൻ 1 ഇഞ്ചും വേണം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സ്ലീവിന് ലെങ്ത് ഒക്കെ കുറവാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേലെ നമുക്ക് എന്തായാലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണം. അപ്പോൾ താഴെ ഭാഗം നിങ്ങൾക്ക് എങ്ങനെയും തുണി എത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ എടുത്തിട്ട് വേറെ പീസ് ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്യാം. അധികം ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് താഴെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തയ്യൽ തുമ്പിനെ എടുത്തു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്രയാണ് മാർക്ക് ചെയ്യുന്നത്, 7 എനിക്ക് വേണം ഫുൾ ലെങ്ത്ത്. അപ്പോൾ ഞാൻ 8 മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു പീസ് വെച്ച് അങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. 8 മാർക്ക് ചെയ്ത് കൊടുത്ത് 7 + 1 ഇഞ്ച് ചേർത്ത് 8 മാർക്ക് ചെയ്ത് ഇനി ഇടുന്ന് സ്ലീവ് ഓപ്പൺ റൗണ്ട് നമ്മൾ കൈ വണ്ണത്തിൻ്റെ പകുതി ഇടയെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് കൈ ലേശം ലൂസ് വേണമെന്നുള്ളവരാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കാം. നല്ല ഫിറ്റായിട്ട് വേണമെങ്കിൽ കറക്റ്റ് അളവ് എടുത്താലും മതി. ഞാനിപ്പോൾ 5.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മാർക്ക് ചെയ്തതിന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തുണിയൊന്നും എത്താത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പെല്ലാം ഇട്ടിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ചില ആൾക്കാരെല്ലാം തുണി കൊണ്ടുതരുമ്പോൾ കുറവ് തുണി കൊണ്ടുതരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പേപ്പർ പാറ്റേണൊക്കെ ആക്കി അത് വെച്ച് കട്ട് ചെയ്യേണ്ടൊക്കെ വരും. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ഞാൻ കൊടുക്കുന്ന കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിൽ ഇങ്ങ് കൊടുക്കണം. ഇതാ ഇതുപോലെ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ മുകളിലത്തെ ഭാഗത്ത് ലേശം ലൂസ് നമുക്ക് വന്നു പോവും. ഇനി ഞാൻ ഈ ഒരു സ്ലീവിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പാറ്റേൺ വെച്ച് തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. പിന്നെ തുണിയിൽ കട്ട് ചെയ്യുന്ന കുറേ ക്ലാസ്സുകൾ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ പേപ്പർ പാറ്റേൺ ആക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യിൽ, അതെടുത്തിട്ട് ആദ്യം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇന്ന് നമുക്കങ്ങനെ തെറ്റൊന്നും വരില്ല. തുണിയും നമുക്ക് കുറച്ചൊക്കെ അധികമായിട്ട് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഞാൻ തുണി നിവർത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കട്ട് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. നമ്മൾ സ്ലീവ് നിവർത്തി ഇട്ടാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇത് തുണിയിൽ വെക്കട്ടെ. ഞാൻ തുണി ഉണ്ടല്ലോ, ഞാൻ വേറെ ആവശ്യത്തിനൊക്കെ വാങ്ങിയ ബാക്കിയായതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞു തരാഞ്ഞത്. നമുക്ക് ഇനി ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് ചെയ്യാം. ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ 2 സ്ലീവ് എനിക്ക് ഒന്ന് ഈടിയും ഒന്ന് മുകളിലുമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു പേപ്പർ വെച്ച് അതിൽ കൂടെ തന്നെ ചോക്ക് വരയ്ക്കുന്നുണ്ട്. പുറത്തെ 1/4 ഇഞ്ചൊന്നും എടുത്തിട്ടൊന്നും വരച്ചു കൊടുക്കരുത്. കറക്റ്റ് പേപ്പറിൽ എങ്ങനെയാണോ ഉള്ളത് അത് തന്നെ നിങ്ങൾ വരച്ചു കൊടുക്കണം.
എന്താ വരച്ചു കണ്ടില്ലേ, ഇതേപോലെ വരച്ചു ഒരു സ്ലീവ്. ഇനി മുകളിൽ വെച്ചിട്ട് മറ്റേ സ്ലീവ് കൂടെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഇതാ നോക്ക്, ഇതുപോലെ സ്ലീവ് നമ്മൾ എടുത്ത് ഇനി ബാക്കി തുണി നമുക്ക് ലേശം കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്, ക്രോസ് പീസും കാര്യങ്ങളൊക്കെ അതിനെല്ലാം എടുക്കാനില്ലയാണേ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ടിയിൽ വരച്ചിട്ട് ഞാനത് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ, മിഡ് പോയിൻ്റ് ഒക്കെ മാർക്ക് ചെയ്യണം സ്ലീവിൻ്റെ. ഞാൻ ഈ ഒരു ടിക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ നല്ല ഭാഗം കേട്ടോ. നിങ്ങൾ തുണി എടുക്കുമ്പോൾ നല്ല ഭാഗമുള്ള തുണി, ഡിസൈനൊക്കെ ഉള്ള തുണി എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെക്കുക. നമ്മൾ തുണീൻ്റെ തേര് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭാഗവും മോശം ഭാഗവും പെട്ടെന്ന് മനസ്സിലാകുമേ, അതെല്ലാം നോക്കി എടുക്കണം. എന്നിട്ട് ഇതാ സെൻറ്റർ മാർക്ക് ചെയ്ത് ഈ ഒരു പോർഷനിൽ ഞാൻ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നു. നിങ്ങൾ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ച് ഏത് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് ഏത് ഭാഗത്ത് സ്ലീവ് വെച്ച് കൊടുക്കണം എന്ന് നോക്കിയാൽ മതി. ഇപ്പം ഞാനിത് കട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാനിത് സ്ലീവ് ജോയിൻ ചെയ്യാൻ നേരത്തായിരിക്കും ഞാൻ ഫ്രണ്ട് പോർഷൻ ലേശം കുഴിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തത് അത്ര തന്നെ നമുക്ക് സ്ലീവിലും കട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റക്കുറച്ചിലെല്ലാം വന്നേക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് കട്ട് ചെയ്യുന്നില്ല, നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ചെയ്യുമ്പം കട്ട് ചെയ്യാം കേട്ടോ. ഇതാ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ച് ഇങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കേ വേണ്ടു. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. പക്ഷേ ഇപ്പം ഞാൻ കട്ട് ചെയ്യാണ്ട് വയ്യത്തേക്ക് വെക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി സ്ലീവ് ആണ് നിൽക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ കട്ട് ചെയ്തെടുക്കാം. എന്നാൽ ഇനി അടുത്തത് ഇതാ, ഞാൻ 3 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു 2 പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൻ്റെ ഹുക്ക് വെച്ച് കൊടുക്കുന്നില്ലേ, അപ്പോൾ ആ 2 ഓപ്പൺ സൈഡിൽ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ചെറിയ പീസിൻ്റെ വീതി 2.5 ഞാൻ എടുത്തിട്ടുള്ളത്, വലുതിൻ്റെ വീതി 4 എടുത്തു. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല, ചെറിയ രീതിയിൽ വെച്ച് കൊടുക്കുന്നവരുണ്ട്, വലുതായിട്ട് വെച്ച് കൊടുക്കുന്നവരുണ്ട്. എല്ലാവരും ഒരേ രീതിയിലൊന്നല്ല ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത്. ഞാൻ കുറച്ച് വീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. 2 രീതിയിലും ഞാനും ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് സിമ്പിളായിട്ടുള്ള ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിൽ വെച്ച് ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ബാക്കിൽ നമ്മൾ മടക്കി തുന്നി കൊടുക്കുകയൊക്കെ ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള പീസാണ്. അപ്പോൾ അതിൻ്റെ വീതി 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എടുക്കാം. ചില ആൾ സ്റ്റിച്ച് ചെയ്യുമ്പം നല്ല വീതിയിലായിരിക്കും ഉണ്ടാവുക, ചില ആൾ കുറച്ച് വീതി കുറച്ചിട്ടൊക്കെ ഉണ്ടാവുക. പല ബ്ലൗസിലും പലരും സ്റ്റിച്ച് ചെയ്തതിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒരേ അളവല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നും അങ്ങനെയൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി സ്ലീവിൻ്റെ ആടെ വെച്ച് കൊടുക്കാനും 2 പീസ് കട്ട് ചെയ്യണം. അപ്പോൾ തുണി എൻ്റെ കയ്യിൽ ഇപ്പോൾ അധികം ഇല്ല. ഞാൻ വേറെ ഒരു കളർ തുണി എടുക്കുന്നുണ്ട്, ബ്ലൂ കളർ തന്നെ ലൈനിങ്ങിൻ്റെ പീസ്. അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്ലീവ് മടക്കി അടിച്ചാൽ മതി. ഇപ്പം ഞാൻ ക്രോസ് പീസ് എടുക്കാൻ പോകുന്നു നെക്കിന് വേണ്ടി ഈ ഒരു തുണിയിൽ. അപ്പോൾ നേരെ കട്ട് ചെയ്യരുത്, ഇതുപോലെ ചെരിച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. വേറെ ഒരു തുണീൻ്റെ അകത്ത് എടുക്കാം. ഈ വലിയ തുണി അവിടെ നിൽക്കട്ടെ. നമുക്കഥവാ സ്ലീവിന് താഴെ ഭാഗത്ത് പീസ് കിട്ടുമെങ്കിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ നമുക്ക് എടുക്കാം. നമ്മൾ നെക്കിനെല്ലാം വെച്ച് കൊടുക്കുന്നത് ക്രോസ് പീസാണ്. ക്രോസ് ആയി എടുത്താലേ നമുക്ക് നെക്കിനിങ്ങനെ വട്ടത്തിൽ അത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്കെയിൽ നല്ലോണം ചെരിക്കണ്ട, ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 1 ഇഞ്ച് വീതിയാക്കിയിട്ട് കട്ട് ചെയ്യണം. 1.25 എടുക്കാം, പക്ഷേ ഞാൻ 1 ഇഞ്ചേ എടുക്കുന്നുള്ളൂ. ചെറിയ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. 1.5 എടുക്കണ്ട നിങ്ങൾ, 1.25 അല്ലെങ്കിൽ 1 ഇഞ്ച് വീതി എടുത്തിട്ട് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഞാനെല്ലാം കറക്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു വളവ് ഒന്നും വരാണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ ചെയ്ത് ശീലിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് എടുക്കണം എന്നൊന്നും ഇല്ല. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നീറ്റായിട്ട് തന്നെ വരച്ചിട്ട് തന്നെ ചെയ്യണം. നെക്കല്ലേ, അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിന്നോട്ടെ. ഇപ്പുറത്തേക്കും 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒപ്പരം വരഞ്ഞിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ പോരെ. കുറേ എണ്ണം ഇങ്ങനെ വരച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന കാണിക്കാം. നോക്ക്, ഇനിയും നമുക്ക് വേണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസെല്ലാം എടുക്കുക. നീളത്തിൽ നിങ്ങൾ നല്ല നീളത്തിൽ ക്രോസ് പീസ് എടുക്കണ്ട. അത്യാവശ്യം ഞാനിപ്പോൾ എടുത്ത പോലെ ആ ഒരു നീളമൊക്കെ മതി. വലിയ നീളത്തിൽ നമുക്ക് ഒറ്റ
ഒറ്റ ഒന്നിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും എടുക്കരുത്. കുഞ്ഞു കുഞ്ഞു പീസാണ് നമുക്കിങ്ങനെ നെക്ക് റൗണ്ടിൽ ചെയ്യുമ്പോഴൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വളഞ്ഞു പോകാണ്ടൊക്കെ കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ള പീസും ഞാൻ കട്ട് ചെയ്ത് എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും എത്ര പോരെ നെക്കിന് വേണം എന്നൊക്കെ ഏകദേശം നോക്കിയിട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. ഇതാ അപ്പോൾ നമ്മളെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ നമ്മളെ ബ്ലൗസിൻ്റെ ബാക്കിൽ വെച്ച് മടക്കി തുന്നിക്കൊടുക്കാനുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തു. ബ്ലൗസിനെല്ലാം തുന്നുന്ന പരിപാടിയല്ലേ നമുക്ക്. പിന്നെ നമ്മളിതാ ഈ ഒരു പീസും കട്ട് ചെയ്തെടുത്തു. 2 പീസ് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ആടെ വെച്ച് കൊടുക്കാൻ 2 പീസ് കട്ട് ചെയ്തു. ഇത് ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഫ്രണ്ട് പാർട്ട്, പിന്നെ നമ്മളെ സ്ലീവും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാരി ബ്ലൗസിന് കട്ട് ചെയ്ത് വെക്കാനുള്ളത്. പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കാറുണ്ട്. ഷോൾഡർ ലൂസ് പ്രോബ്ലം വരുന്നതിൻ്റെ ഒരു കാര്യം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പകുതിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാറുണ്ട്. സ്റ്റിച്ചിങ് ഞാൻ കുറച്ച് വേഗത്തിൽ കാണിക്കാം. അധികം ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ, കട്ട് ചെയ്യാനല്ലേ പണി കൂടുതലുള്ളത് ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും കട്ട് ചെയ്ത് ഇത്ര വരെ ആക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നാൽ ശരി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്രയും കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾ ഇതുപോലെ മടക്കി ഒതുക്കി വെക്കണം. ഓരോ പീസൊന്നും കാണാണ്ടായി പോവല്ലേ. ശരി, എന്നാൽ ബൈ.